നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയമലംഘകരെ വെറുതെ വിടാൻ സൗദി ഭരണകൂടം ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ഉള്ളത് കൂടാതെ 7 നിയമലംഘനങ്ങൾ കൂടി ക്യാമറ കണ്ണുകളിലൂടെ പകർത്താൻ ഒരുങ്ങുകയാണ് അധികൃതർ. ജൂൺ 4 മുതൽ ഇതിനായി ഓട്ടോമാറ്റിക് ക്യാമറകളും പോലീസ് വാഹനങ്ങളിലെ ക്യാമറകളും ഉപയോഗിക്കും. റോഡിലെ മഞ്ഞ വരകൾ ക്രോസ് ചെയ്ത് വാഹനം ഓടിക്കുന്നതും പാർക്കിംഗ് നിയമലംഘനങ്ങളും ഇനി ക്യാമറകൾ പിടിക്കും. സൗദി ട്രാഫിക് വിഭാഗം മേധാവിയാണ് നിയമലംഘനങ്ങൾ ഓട്ടോമാറ്റിക് ക്യാമറകൾ പിടികൂടുമെന്ന് അറിയിച്ചത്. ഫുട്പാത്തിലൂടെ വാഹനമോടിക്കൽ, വ്യക്തതയില്ലാത്ത നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് വാഹനമോടിക്കൽ എന്നിവ ക്യാമറകളിൽ കുടുങ്ങും. പിഴയും ഈടാക്കും. റോഡിലെ യെല്ലോ ലൈനിന് പുറത്തുകൂടി വാഹനമോടിക്കൽ, പാർക്കിങ്ങിന് നിശ്ചയിച്ച സ്ഥലത്തല്ലാതെ വാഹനം പാർക്ക് ചെയ്യൽ, ഭാരപരിശോധനാ കേന്ദ്രങ്ങളിൽ ട്രക്കുകൾ നിർത്താതിരിക്കൽ എന്നിവ ക്യാമറകൾ വഴി പിടിക്കും. രാത്രിയിലും മോശം കാലാവസ്ഥയിലും ലൈറ്റ് ഉപയോഗിക്കാതിരിക്കൽ, മോശം കാലാവസ്ഥയിൽ വലിയ വാഹനങ്ങൾ ലാസ്റ്റ് ട്രാക്കിലൂടെ ഓടിക്കാതിരിക്കൽ എന്നിവയും നിയമലംഘനമാണ്. ഇവയ്ക്കെല്ലാം ജൂൺ 4 മുതൽ പിഴ ഈടാക്കും. ഗതാഗത നിയമം കൂടുതൽ കർശനമാക്കുകയാണ് സൗദി ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം സൗദി അറേബ്യയിൽ അനധികൃത താമസക്കാരെ കണ്ടെത്താനുള്ള പരിശോധനകൾ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടത്തിയ പരിശോധനകളിൽ 10,679 വിദേശികളാണ് പിടിയിലായത്. റെസിഡൻസി, ലേബർ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചവർക്കായി രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും സുരക്ഷാ ഏജൻസികൾ റെയ്ഡ് തുടരുകയാണ്. മെയ് 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള കാലയളവിൽ നടത്തിയ റെയ്ഡിൽ പിടിയിലായവരിൽ താമസ നിയമങ്ങൾ ലംഘിച്ച 5,697 പേരും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 1,369 പേരും ഉൾപ്പെടുന്നതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 26,054 പേരാണ് അടുത്ത കാലത്തായി നിയമ നടപടികൾക്ക് വിധേയരായതെന്ന് മന്ത്രാലയം വെളിപ്പെടുത്തി. നാടുകടത്തുന്നതിന് മുന്നോടിയായി യാത്രാരേഖകൾ ലഭ്യമാക്കുന്നതിന് മറ്റും 19,469 പേരെ അവരുടെ നയതന്ത്ര കാര്യാലയങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. 1,544 നിയമലംഘകരെ നാടുകടത്താനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 6,219 പേരെ രാജ്യത്ത് നിന്ന് നാടുകടത്തിയതായും മന്ത്രാലയം അറിയിച്ചു. നിയമലംഘകർക്ക് പുറമെ നിയമലംഘകർക്ക് സഹായം നൽകുന്നവർക്കെതിരെയും കർശനമായ നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത്. എന്നാലും നടപടികൾ കടുപ്പിക്കാൻ തന്നെയാണ് സൗദി ഉദ്ദേശിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.